ഇന്നത്തെ അറിയിപ്പുകൾ. കേരസുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം 143 രൂപയായി കുറച്ചു. നാളികേര വികസന ബോർഡ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് നാളികേര മേഖലയിലെ തൊഴിലാളികൾക്കായി പരിഷ്കരിച്ച കേരസുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി പ്രകാരം ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം 239 രൂപയിൽ നിന്ന് 143 രൂപയായി കുറച്ചു. ബോർഡ് സബ്സിഡിയായി നൽകുന്ന 85% കിഴിച്ച് ബാക്കി 15% മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ. ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഓൺലൈൻ വഴിയോ അടയ്ക്കാവുന്നതാണ്. നേരത്തെ തെങ്ങുകയറ്റ തൊഴിലാളികൾ, നീര ടെക്നീഷ്യന്മാർ, കൃത്രിമ പരാഗണ ജോലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതി ഇപ്പോൾ നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണശാലകളിലും തേങ്ങ പൊതിക്കുക, പൊട്ടിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരിക്കുകയാണ്. പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷിക്കുന്നവർ 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവരും നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കണം. ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ 7 ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യത്തിന് 3.5 ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് 2 ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതി. അപകടം സംഭവിച്ചാൽ ആവശ്യമായ വിശ്രമ കാലയളവിലേക്ക് 3500 രൂപ വരെയുള്ള നഷ്ടപരിഹാരവും ഗുണഭോക്താവിന് ലഭിക്കുന്നതാണ്. പരമാവധി 6 ആഴ്ചയാണ് വിശ്രമ കാലയളവ്. കൂടുതൽ വിവരങ്ങൾക്ക് 048423772266 നമ്പറിലോ www.coconutboard.government.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശുദ്ധമായ ഐസ് ക്യൂബ് വിപണിയിൽ എത്തിക്കാൻ സർക്കാർ. ഇതിനുള്ള യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡറുകൾ ക്ഷണിച്ചു. ഹില്ലി അക്വ ബ്രാൻഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കിഡ്ക് വിപണിയിലെത്തിക്കുന്ന വില കുറഞ്ഞ കുപ്പിവെള്ളത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇതേ ബ്രാൻഡിൽ തന്നെ നിലവിലുള്ള പ്ലാന്റുകളിലാണ് ബുള്ളറ്റ് ഐസ് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത്. കുടിവെള്ളത്തിനായി ഹില്ലി അക്വ ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ച വെള്ളം തന്നെയാകും ബുള്ളറ്റ് ഐസ് നിർമ്മാണത്തിലും ഉപയോഗിക്കുക. ജലശുദ്ധീകരണ പ്ലാന്റും ബോട്ടിലിംഗ് പ്ലാന്റും സ്വന്തമായുള്ളതിനാൽ കിഡ്കിന് ബുള്ളറ്റ് ഐസ് യൂണിറ്റ് മാത്രം സ്ഥാപിച്ചാൽ മതിയാകും. ആദ്യ യൂണിറ്റ് തിരുവനന്തപുരത്ത് അരുവിക്കരയിലായിരിക്കും. 1000 കിലോയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന യൂണിറ്റിന്റെ പ്രതിദിന ശേഷി. ഇത് വിജയകരമായാൽ ഇടുക്കി, തൊടുപുഴ, കട്ടപ്പന, എറണാകുളം, ആലുവ, കോഴിക്കോട്, ചക്കിട്ടപ്പാറ എന്നിവിടങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിക്കും. ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിലൂടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കാനാണ് കിഡ്ക് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 പ്രൊബേഷണറി ഓഫീസർ ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. പരീക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് IBPS. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ, പരീക്ഷാരീതി, മാതൃകാ ചോദ്യങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 17, 23, 24 തീയതികൾ ഓരോ ദിവസവും 4 ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് ഹാജരാകുന്നതിന് മുമ്പ് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് എല്ലാ അപേക്ഷകരും ഉറപ്പുവരുത്തണമെന്ന് IBPS നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ കട്ട് ഓഫ് മാർക്കുകൾ ഉണ്ടായിരിക്കും. മെയിൻ പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മൊത്തത്തിലുള്ള കട്ട് ഓഫ് ബാധകമായിരിക്കും. പരീക്ഷാരീതി പരിചയപ്പെടുത്തുന്നതിനായി IBPS മാതൃകാ ചോദ്യങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. വേഗതയ്ക്കും കൃത്യതയ്ക്കും ഒരുപോലെ ശ്രദ്ധ നൽകി നന്നായി തയ്യാറെടുക്കാൻ ഉദ്യോഗാർത്ഥികളോട് പരീക്ഷാ ബോർഡ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിൽ തീവ്ര മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ വാമനപുരം, അച്ചൻകോവിൽ, ഭാരതപ്പുഴ, ചാലക്കുടി നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വിഗ്ഗി വീണ്ടും പ്ലാറ്റ്ഫോം ഫീസ് കൂട്ടി. ഇനി 14 രൂപ. ഉത്സവ സീസണിൽ ഉപഭോക്തൃ ഇടപാടുകൾ വർദ്ധിച്ചതാണ് നിരക്കിൽ മാറ്റം വരുത്തിയതെന്ന് കമ്പനി അറിയിച്ചു. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗി വീണ്ടും പ്ലാറ്റ്ഫോം ഫീസ് കൂട്ടി. ഫുഡ് ഡെലിവറി ഓർഡറുകൾക്കുള്ള ഫോം ഫീസ് 12 രൂപയിൽ നിന്ന് 14 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്.
ഉത്സവ സീസണിൽ ഉപഭോക്തൃ ഇടപാടുകൾ വർദ്ധിച്ചതാണ് നിരക്കിൽ മാറ്റം വരുത്തിയതെന്ന് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ കമ്പനി പ്ലാറ്റ്ഫോം ഫീസ് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023 ഏപ്രിലിൽ 2 രൂപയായിരുന്ന ഫീസ് 2024 ജൂലൈയിൽ 6 രൂപയായി ഉയർന്നു. 2024 ഒക്ടോബറിൽ 10 രൂപയായി ഇത് വർദ്ധിച്ചു. ഇപ്പോൾ ഇത് 14 രൂപയായി മാറി. വെറും 2 വർഷത്തിനുള്ളിൽ 600% വർധനവാണ് കമ്പനി വരുത്തിയത്. നിലവിൽ സ്വിഗ്ഗി പ്രതിദിനം 2 ദശലക്ഷത്തിലധികം ഓർഡറുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നിരക്ക് വർദ്ധിക്കുന്നതിലൂടെ ഈ ഫീസ് ഇനത്തിൽ നിന്നുള്ള ദൈനംദിന വരുമാനത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത്. സ്വിഗ്ഗിയെ കൂടാതെ സൊമാറ്റോയും തിരക്കേറിയ സമയങ്ങളിൽ പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിക്കാറുണ്ട്. ഇത്തരം വർധനകൾക്ക് ശേഷം ഓർഡർ കുറയുന്ന സമയത്തിൽ ഫീസിൽ മാറ്റങ്ങൾ വരുത്താറില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.